ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എക്സാം അതുപോലെ തന്നെ CD6 എക്സാമുമായി ബന്ധപ്പെട്ടാണ്. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, അതിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല, അതിൻ്റെ സൈറ്റ് എററാണെന്നും പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്, ഇത്തരത്തിലാണ് നിങ്ങൾക്ക് എറർ കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക, UPSCയുടെ പുതിയ സൈറ്റാണ്. അപ്പോൾ അതിൽ കുറച്ച് ബഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഉടൻ തന്നെ UPSC ഈ ഒരു കാര്യങ്ങളെല്ലാം പരിഹരിച്ച് വീണ്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഒരുപാട് പേർ ചോദിക്കുന്ന സംശയമാണ്, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് നിലവിൽ എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്ന്. അപ്പോൾ നിലവിൽ ഇതുവരെയും അതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. അപ്ഡേറ്റ്സ് വരുവാണെങ്കിൽ ഈ ഒരു ചാനൽ വഴി നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് NDA അതുപോലെ തന്നെ CDs അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്, ആപ്ലിക്കേഷൻ ചെയ്ത് തരുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ NDA എക്സാമും അതുപോലെ തന്നെ CDസിന് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അവസാന ദിവസം വരെ കാത്തിരിക്കരുത്. ഒരുപക്ഷെ അവസാന ദിവസമൊക്കെ സൈറ്റിൽ ലഭിക്കാൻ വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുക. ആദ്യത്തെ ദിവസങ്ങളിൽ UPSC സൈറ്റിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് UPSC സൈറ്റിന് ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. അപ്പോൾ ഉടൻ തന്നെ UPSC ഈ ഒരു കാര്യങ്ങളെല്ലാം പരിഹരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് പേർ ചോദിക്കുന്ന സംശയമാണ്, ഡിഗ്രി റിസൾട്ട് വന്നിട്ടുണ്ട് പക്ഷേ സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ +2 റിസൾട്ട് വന്നിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയിട്ടില്ല. അപ്പോൾ അവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അപ്പിയറിംഗ് നൽകിയിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഈ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.